ദിവസവും പുതിയ ടിപ്സുകൾ ലഭിക്കുന്നതിന് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓരോ ടിപ്സുകളുടെയും നോട്ടിഫിക്കേഷൻസ് മുടങ്ങാതെ നിങ്ങൾക്ക് കിട്ടുന്നതിന് ബെൽ ബട്ടൺ കൂടി അമർത്തുക. നമസ്കാരം. ഇന്ന് നമ്മൾ നവജാത ശിശുവിന്റെ അതായത് ജനിച്ച ശേഷമുള്ള കുഞ്ഞുങ്ങളിലെ കണ്ണിനെ കുറിച്ചും അവരുടെ കാഴ്ചശക്തിയെ കുറിച്ചുമാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. ജനന സമയത്ത് നവജാത ശിശുവിന്റെ കാഴ്ച എന്ന് പറയുന്നത് മുതിർന്ന ഒരാളുടെ കാഴ്ചയുടെ 1/6. നവജാത ശിശുവിന്റെ കണ്ണുകളും അതുപോലെ തന്നെ കാഴ്ചശക്തിയും ആദ്യ ദിവസങ്ങളിൽ വളരെ കുറവായിരിക്കും. വെളിച്ചം അടിക്കുമ്പോൾ തന്നെ കുഞ്ഞിന് കണ്ണു തുറക്കാൻ നല്ല പ്രയാസമുണ്ടായിരിക്കും. എന്നാൽ ഒരു 3 ആഴ്ച ആകുമ്പോഴേക്കും വെളിച്ചത്തെ നേരിടാനുള്ള കഴിവ് കണ്ണിന് ലഭിക്കുന്നതാണ്. കുഞ്ഞിന്റെ കണ്ണിന്റെ ചലനങ്ങൾ വഴി തന്നെ അവരുടെ കാഴ്ചയെക്കുറിച്ചും അല്ലെങ്കിൽ കാഴ്ചശക്തിയെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ജനിച്ച ഒരു 1-2 ആഴ്ച കഴിയുമ്പോൾ തന്നെ കുഞ്ഞിന്റെ കാഴ്ചശക്തിയിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങും. ജനിച്ച ഒരു 2 ആഴ്ച ആകുമ്പോഴേക്കും കണ്ണുകൾ കൊണ്ട് വസ്തുക്കളെ പിന്തുടരാൻ തുടങ്ങും. എന്നിട്ട് ആ ശ്രദ്ധ പെട്ടെന്ന് മാറ്റുകയും ചെയ്യും. ഈ സമയത്ത് തന്നെ അവരുടെ കൈയും കാലും തമ്മിലുള്ള ഏകോപനം വികസിക്കുകയും ചെയ്യുന്നതാണ്. ഒരു 8 ആഴ്ച ആകുമ്പോഴേക്കും കുഞ്ഞ് അമ്മയുടെ മുഖത്ത് കണ്ണുകൾ ഉറപ്പിച്ച് നോക്കും. എന്നാൽ 2-3 മാസം കഴിയാതെ കുഞ്ഞിന്റെ കണ്ണ് എവിടെയും ഉറപ്പിച്ച് നിർത്താൻ കഴിയില്ല. ഒരു 3-4 മാസം കഴിയുമ്പോഴേക്കും കുഞ്ഞ് താല്പര്യമുള്ള വസ്തുക്കളിലേക്ക് പൂർണ്ണമായി ശ്രദ്ധിച്ചു തുടങ്ങും. ഒരു 5 മുതൽ 8 മാസങ്ങളിലാണ് കുഞ്ഞുങ്ങളുടെ ചലനങ്ങളിൽ കൂടുതൽ ശ്രദ്ധ തുടങ്ങുന്നത്. അതായത് കുഞ്ഞ് താല്പര്യമുള്ള വസ്തുവിലേക്ക് പൂർണ്ണമായി ശ്രദ്ധിച്ചു തുടങ്ങുന്നത്. കണ്ണും ശരീരവും തമ്മിലുള്ള ഏകോപനവും നല്ല രീതിയിൽ ഈ സമയത്താണ് മെച്ചപ്പെടുന്നത്. 5 മാസം മുതൽ തന്നെ കുഞ്ഞുങ്ങള് നിറങ്ങളെ തിരിച്ചറിയാനുള്ള കഴിവ് ലഭിക്കുന്നതാണ്. കാഴ്ചശക്തി എങ്ങനെ പരീക്ഷിക്കാം അല്ലെങ്കിൽ കുഞ്ഞുങ്ങളിലെ കാഴ്ചശക്തി എങ്ങനെയെന്ന് നമുക്ക് ഈ സമയങ്ങളിൽ തന്നെ തിരിച്ചറിയാൻ പറ്റും. കുഞ്ഞിന്റെ അമ്മയ്ക്കാണ് കൃത്യമായ നിരീക്ഷണത്തിലൂടെ കുഞ്ഞിന്റെ കാഴ്ചശക്തിയെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് കണ്ണിന്റെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും. സാധാരണ ഒരു 3 മാസം ആകുമ്പോൾ തന്നെ കുഞ്ഞുങ്ങള് വസ്തുക്കൾ നീങ്ങുന്നതനുസരിച്ച് കുഞ്ഞിന്റെ കണ്ണ് ചലിക്കും. ഇങ്ങനെ വസ്തുവിന്റെ പിറകെ കണ്ണ് പിന്തുടരുന്നില്ലെങ്കിൽ കുഞ്ഞിന് വസ്തുവിനെ കാണാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് നമുക്ക് സംശയിക്കാം. അതുപോലെ തന്നെ കുഞ്ഞു മുഖത്ത് നോക്കി ചിരിക്കുന്നില്ലെങ്കിലും കാഴ്ചക്കുറവിന് സാധ്യത വളരെ കൂടുതൽ. കണ്ണിനകത്ത് കറുത്ത പാടോ അല്ലെങ്കിൽ കോങ്കണ്ണുണ്ടോ എന്നും ശ്രദ്ധിക്കണം. എപ്പോഴും മൂക്കിനോട് ചേർന്നുള്ള കണ്ണിന്റെ ഭാഗത്തേക്ക് തൊടുക, കടുത്ത പ്രകാശമൊക്കെ നോക്കി തുറച്ചു നോക്കുക തുടങ്ങിയവയെല്ലാം കണ്ണിന്റെ പ്രശ്നങ്ങളാകാം. ഒരു കണ്ണിന്റെ ചലനങ്ങളിൽ വല്ലാത്ത അസാധാരണ വല്ലതും തോന്നുവാണെങ്കിൽ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുവാണെങ്കിൽ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇന്നത്തെ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ്സായി രേഖപ്പെടുത്തുക. നന്ദി.